പൈനാപ്പിളൊക്കെ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറച്ചിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല നീളം വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ മുഴുവനായിട്ട് അങ്ങനെ നീളത്തിൽ ചെത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവിന് ആവശ്യത്തിനുള്ളത് നമുക്ക് എത്രത്തോളമാണ് എരിവ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉപ്പും മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് രണ്ട് സൈഡിലും പൈനാപ്പിൾ പീസിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ചില കുട്ടികൾക്കൊക്കെ പൈനാപ്പിൾ വെറുതെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ജ്യൂസൊക്കെ ആക്കി കൊടുത്താലേ കുടിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലെ പൈനാപ്പിൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതുപോലെ വെറുതെ കഴിക്കണമെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ട് തിരുമ്മിയിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതുപോലെ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഈ ഒരു മസാലയൊക്കെ അങ്ങ് മൂത്ത് വരും കേട്ടോ. ഒരു സൈഡിലുള്ളത് ആ ഒരു സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലുള്ള മസാലയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൈനാപ്പിൾ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. കാരണം ബട്ടറിൻ്റെ ടേസ്റ്റും അതുപോലെ അതിൽ ആ ഒരു മുളക് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആ ഒരു പൈനാപ്പിളിൻ്റെ സ്വീറ്റും എല്ലാം കൂടി ആകുമ്പോൾ മൊത്തത്തിലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്